ദൈവം തരുന്നത് തട്ടിപ്പറിപ്പാൻ ഒരു ഭൂതത്തിനും ഒരു മനുഷ്യനും കഴിയത്തില്ല. തിരുവചനം പറയുന്നു, യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 19-ാം അധ്യായം വായിക്കുമ്പോൾ ഈ സിക്ലാഗ് എന്ന് പറയുന്നത് യഹൂദ ഗോത്രത്തിന്റെ അവകാശമാണ്. സോ യോശുവയിലൂടെ സിക്ലാഗ് അവകാശമായതുകൊണ്ട് ഫെലിസ്ത്യ രാജാവായ ആഖീഷ് രാജാവിനോട് ദാവീദ് ഈ പ്രകാരം പറഞ്ഞു, ഹേ മിസ്റ്റർ ആഖീഷ്, കിങ് ആഖീഷ്, അത് എൻ്റെ അവകാശമാണ്, തന്നോട്ടെ. ഞാനത് വായിച്ചപ്പോൾ മാർവലസ് ആയി. കുന്തമെടുത്തില്ല, സ്തോത്രം, വാളെടുത്തില്ല, യുദ്ധം ചെയ്തില്ല, രക്തം ചൊരിഞ്ഞില്ല, ഫ്രീ ആയി അവൻ കൺഫസ് ചെയ്ത് നടന്നു കയറി. ഫ്രീ ആയി, കാഷ്വാലിറ്റി ഇല്ലാതെ, മുറിവുകളില്ലാതെ, തകർച്ചകളില്ലാതെ, വേദനകളില്ലാതെ, സ്തോത്രം, സിക്ലാഗിലേക്ക് അവൻ നടന്നു കയറി. നടന്നു കയറാൻ ഒരുങ്ങിക്കോ. വർഷങ്ങളായി നീ കാത്തിരിക്കുന്ന പലതിലേക്ക് നടന്നു കയറുവാൻ. വാളെടുത്തില്ല, കുന്തമെടുത്തില്ല, സ്തോത്രം, അതെൻ്റെ അവകാശമായതുകൊണ്ട് അവൻ അതിലേക്ക് നടന്നു കയറി. കാരണം അത് ഫേവറിൽ കിട്ടിയതാണ്. മക്കൾ ഫേവറാണ്, കുടുംബം ഫേവറാണ്, ആ ജോലി ഫേവറാണ്, ആ ഡിഗ്രി ഫേവറാണ്, ആ വരുമാനം ഫേവറാണ്. സിക്ലാഗ് അവന് ഫേവറായിരുന്നു. പക്ഷെ ഫേവർ കൊടുക്കുന്നത് എന്തിനാണ്? നിനക്ക് സൂഹിക്കാനാണ്, നിന്റെ പ്രിപ്പയർ ചെയ്യാനാണ്, നിന്റെ ഫൈനൽ ഡെസ്റ്റിനിക്ക് വേണ്ടി നിന്നെ പ്രിപ്പയർ ചെയ്യുക. 600 പേരെയും കൊടുത്ത് ഫേവറിൽ ദൈവം ഇരുത്തി. മക്കളെ, എന്തെങ്കിലും ഫേവറായി കിട്ടിയിരിക്കുന്നെങ്കിൽ ആ ഫേവറിൽ നീ സെറ്റിൽ ചെയ്യല്ലേ.